ഗംഗാരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പ്രസാദമൊക്കെ കിട്ടും കേട്ടോ. ഗംഗാരതി ചെയ്തിട്ടുള്ള ആൾക്കാരുടെയും നമുക്ക് പ്രസാദം കിട്ടും. പിന്നെ അവർ നമ്മളുടെ നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് തരും. പിന്നെ നമുക്ക് ഗംഗയിലേക്ക് ഒഴുക്കാനായിട്ട് ഒരു ചെരാത് പോലത്തെ ഒരു സംഭവം കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതിൽ തീ കത്തിച്ചിട്ട് നമ്മൾ ഗംഗാ ജലത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുക. എന്തിനാണ് ചെയ്യണേന്നൊന്നും അറിയില്ല. എനിക്കത് കണ്ടപ്പോൾ മറ്റേ കല്യാണരാമൻ സിനിമയില്ലേ, അതാണ് ഓർമ്മ വന്നത് കേട്ടോ. അതിലിങ്ങനെ ഒഴുക്കി വിടുന്ന സംഭവം ഉണ്ടല്ലോ, അത് പക്ഷേ കപ്പിൾസിനാണ്. പക്ഷേ ഇവിടെ കുറേ കപ്പിൾസൊക്കെ ഒഴുക്കി വിടുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല, ഒഴുക്കി വിട്ടുമില്ല. എന്നിട്ട് നമ്മൾ ബോട്ട് യാത്രയ്ക്കാണ് കേട്ടോ നേരെ പോയത്. അപ്പോൾ നമുക്ക് എല്ലാ ഘട്ടുകളും കാണാനായിട്ട് പറ്റും. ഇവിടെ 84 ഘട്ടോ അങ്ങനെ എത്രയോ ഘട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര എണ്ണം ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ കാശി. കാശി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബോട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ ആൾക്കാരുടെ ജഡം കത്തിക്കണത് ഇവിടെയാണ്. കണ്ട തീ കണ്ട അവിടെയാണ് ജഡം കത്തിക്കുന്നത്. അപ്പോൾ കാശി അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ബോട്ട് തിരിക്കും. അങ്ങനെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു പയ്യ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പൊതുവേ കാണാൻ പറ്റും ആൾക്കാരിങ്ങനെ സ്ട്രീറ്റ് സിംഗേഴ്സിനെ കാണാനായിട്ട് പറ്റും കേട്ടോ. കുറേ പേര് ഇങ്ങനെ വന്നിരുന്ന് പാടുകയൊക്കെ ചെയ്യും. ഈ ചേട്ടൻ്റെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടു.